അപ്പൊ പിന്നെ മതസൗഹാർദ്ദല്ലേ വേണ്ടത്? ശരിയാണ്, മതസൗഹാർദ്ദമാണ് വേണ്ടത്. എങ്ങനെയാ മതസൗഹാർദ്ദം വേണ്ടത്? മതസൗഹാർദ്ദം വേണ്ടത് ഉള്ള മതങ്ങളെ പൊളിച്ചിട്ടാണോ? അമ്പലത്തിൽ നിന്ന് രാവിലെ പാട്ട് കേൾക്കുമ്പോ ഇയാൾക്ക് തോന്നുകയാണ് അമ്പലത്തിൽ പോയിട്ട് പാട്ട് വെക്കുന്നതിന് പകരം സ്വബൈന്റെ സമയത്ത് ഒരു ബാക്കി വിളിയായാൽ എന്താ? അങ്ങനെയല്ലേ മതസൗഹാർദ്ദം വേണ്ടത്? അങ്ങനെയാണോ? അമ്പലത്തിൽ രാവിലെ പാട്ട് വിളി വെക്കുമ്പോ എനിക്ക് തോന്നാണ് ബാങ്കിന്റെ സമയമായ സമയമാകെ 5 മിനിറ്റ് അല്ലേ വേണ്ടു. അമ്പലത്തിലും ബാങ്കിന്റെ ശബ്ദാക്കിയാൽ എന്താ കുഴപ്പം? അമ്പലത്തിൽ നിന്നും ബാങ്ക് വിളിച്ചാൽ എന്താ കുഴപ്പം? അപ്പോഴല്ലേ മതസൗഹാർദ്ദം ഉണ്ടാകല്? എങ്ങനെയാണോ മുസ്ലിമെ മതസൗഹാർദ്ദം ഉണ്ടാകല്? അല്ല, അതിന്റെ പേര് മതസൗഹാർദ്ദം അല്ല, മതസംസ്കൃത എന്ന് പറയുന്നത്. ഉള്ള മതങ്ങളെ പൊളിച്ചു കളയുന്ന പരിപാടിയാണ്. പള്ളിയിൽ അമ്പലത്തിൽ പോകുന്നത് പോലെ പള്ളിയിലേക്ക് വന്നിട്ട് ഏതെങ്കിലും ബിംബങ്ങളെ ആരാധിക്കലാണോ എന്ന് പറയുന്നത്? അല്ല. അതുപോലെ ക്രിസ്ത്യാനികളുടെ ചർച്ചിൽ പോയിട്ട് മുസ്ലിം നിസ്കരിക്കലാണോ മുസ്ലിമെ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്? അല്ല. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ പറഞ്ഞിട്ടില്ല, ലക്കും ദീനുക്കും വലിയ ദീൻ. അവർക്ക് അവരുടെ വിശ്വാസമാണ്, അവർക്ക് അവരുടെ ആചാരങ്ങളാണ്, അവർക്ക് അവരുടെ ആഘോഷങ്ങളാണ്. ആഘോഷങ്ങൾ ഏറ്റെടുക്കുന്നവരാകരുത്, ആഘോഷങ്ങളിൽ കൂടുന്നവരാകരുത് എന്ന് പറഞ്ഞാൽ അവരുടെ ആഘോഷങ്ങളെ ഏറ്റെടുത്തിട്ട് മുസ്ലിമിന്റെ ആഘോഷമാണോ മുസ്ലിമിന്റെ ആഘോഷമാണോ ഹൈന്ദവന്റേതാണോ ക്രിസ്ത്യാനിയുടേതാണോ എന്ന് തിരിച്ചറിയാത്ത രൂപത്തിലേക്ക് മതസൗഹാർദ്ദത്തിന്റെ പേരിൽ ഉള്ള മുഴുവൻ മതങ്ങളെയും, ഇസ്ലാമിനെ മാത്രമല്ല ഹൈന്ദവ സുഹൃത്തുക്കളുടെ മതങ്ങളെയും ക്രിസ്ത്യാനികളുടെ ആശയങ്ങളെയും എല്ലാ ആശയങ്ങളെയും ഇല്ലായ്മ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന നിരീശ്വരവാദി, ആ നിരീശ്വരവാദി ഉണ്ടാക്കിയ പുതിയ തന്ത്രമാണ് എല്ലാ ആഘോഷങ്ങളും എല്ലാരും ആഘോഷിക്കേണ്ടതാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് തീവ്രവാദം പറയാണോ ഭീകരവാദം പറയാണോ? ഞാൻ പറഞ്ഞു തീർത്തും കേൾക്കാതെ പോകരുത്. ഭീകരവാദമല്ല ഞാൻ പറയുന്നത്. എന്താ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ദീനാണ്, നമുക്ക് നമ്മുടെ ദീനാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഹൈന്ദവ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അറിയാം. കഴിഞ്ഞ ദിവസത്തെ പത്രം വായിച്ചില്ലേ നിങ്ങൾ? ഒരു മുസ്ലിം സ്ത്രീ അമ്പലത്തിൽ കയറുന്ന സമയം മാറി. അവർക്ക് അമ്പലത്തിൽ മുസ്ലിമാണെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ട് പലയിടങ്ങളും പെർമിഷൻ കിട്ടിയതിന്റെ പേരിൽ അമ്പലം കഴുകണമെന്ന് അവര് തീരുമാനിച്ചത്. എന്തുകൊണ്ട്? അവിടെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും കാഷ്ടിച്ചു വെച്ചത് കൊണ്ടൊന്നല്ല, മുസ്ലിം കാരി എന്നതിന്റെ പേരിൽ. അതുകൊണ്ട് നമ്മൾ പറയാ എന്തൊരു തീവ്രതയുള്ള മതാണ്. അങ്ങനെയാണോ? അല്ല. ഇത് ക്ലിപ്പാക്കിയിട്ട് കുഴപ്പാക്കരുത്, കഷ്ണം മാത്രം ക്ലിപ്പാക്കരുത്. നേരത്തെ പറഞ്ഞത് എന്താ പറഞ്ഞത്? അവർക്ക് അവരുടെ മതമാണ്, അവരുടെ മതത്തിന്റെ ആചാരമാണ്. അവിടെ എന്തൊരു മുസ്ലിം പോയിട്ട് അവരെ ഇടങ്ങാറാക്കണം, ബുദ്ധിമുട്ടിക്കണം. മുസ്ലിമിന് പള്ളിയില്ലേ? അവർക്ക് നിസ്കരിക്കാൻ പള്ളിയില്ലേ? നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളില്ലേ? പോകാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ല. അവൻ എന്തിനാണ് ഹൈന്ദവ സുഹൃത്തിന്റെ അമ്പലത്തിൽ കയറിയിട്ട് അവർ കഴിയുന്ന രൂപത്തിലും അവർ പ്രയാസപ്പെടുന്ന രൂപത്തിലും ആക്കേണ്ട ആവശ്യം എന്തിനാണ്? അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് ലക്കും ദീനുക്കും വലിയ ദീൻ. അവർക്ക് അവരുടേതായ ആചാരങ്ങളുണ്ട്. ഇല്ലേ? അമ്പലത്തിൽ കയറിയാൽ മുസ്ലിം ചില സമയത്ത് കയറിയാൽ അമ്പലം കയറണമെന്ന അവരുടെ നിയമം. ഒരിക്കലും ഇത് തീവ്രവാദമല്ല, ഒരിക്കലും ഇത് ഭീകരവാദമല്ല. തെറ്റിദ്ധരിക്കരുത്, ഭീകരവാദമല്ല, തീവ്രവാദമല്ല. അവരുടെ മതത്തിന്റെ ആചാരമാണ്, അവരുടെ മതത്തിന്റെ ആചാരം. അതൊരിക്കലും തീവ്രവാദമല്ല. അവരുടെ മതത്തിലെ ആചാരം അവർക്ക് പാലിക്കാനുള്ളതാണ്. പക്ഷെ അവരുടെ മതത്തിന്റെ ആചാരം പള്ളിയിലല്ലാതെ അവരെ അമ്പലത്തിലാണ്. അവരെ മതത്തിന്റെ ആചാരം അവരെ അമ്പലത്തിലാണ്, പള്ളിയിലല്ല. പള്ളിയിൽ നിസ്കരിക്കുന്ന നിസ്കാരം അമ്പലത്തിലേക്ക് മാറ്റാൻ പറ്റൂല. അമ്പലത്തിൽ ചെയ്യേണ്ട കർമ്മം പള്ളിയിലേക്കും മാറ്റാൻ നിർവാഹമില്ല. ഞാൻ പറഞ്ഞത് ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതമാണ്, അവരുടെ മതമാണ്, നമുക്ക് നമ്മുടെ മതമാണ്. ഇവിടെ അടിയുറച്ചു നിൽക്കാൻ കഴിയണം ഒരു ഈമാനുള്ള മുസ്ലിമിന്. ഇപ്പൊ ചില ആളുകൾക്ക് ഒരു തോന്നലാണ്, അവരുടെ ആകാശം കൂടി നമ്മൾ ആഘോഷിച്ചാലല്ലേ നമുക്ക് അതിനൊന്നും കുഴപ്പമില്ലാന്ന് വരുള്ളൂ. അങ്ങനെയാ മുസ്ലിമീങ്ങളൊക്കെ നിസ്കരിക്കുന്ന സ്ഥലത്ത് ജുമകരിക്കുമ്പോ നാട്ടുകാർ തീർത്തും വന്നിട്ട് ഞാനൊരു ഹൈന്ദവ സുഹൃത്തായതുകൊണ്ട് പള്ളിയിൽ വന്നില്ല എന്ന് കംപ്ലൈന്റ് വേണ്ട, ഞാനും വരെ ജുമക്കും. എന്നിട്ട് ഞാനും വന്ന് പള്ളിയിൽ വന്ന് ജുമയ്ക്ക് നിസ്കരിക്കാം. ബേക്കിൽ ഞാനും തുടരാം. നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് ശരിക്കും പറഞ്ഞു തന്നാ മതി. അല്ലാഹു അക്ബർ നായിപ്പോവും, ശരിക്കും പറഞ്ഞു തന്നാ മതി. അതേപോലെ ഞാനും പറയാം. മനസ്സിലൊന്നുമില്ല, എനിക്ക് വിശ്വാസമൊന്നുമില്ല, പിന്നെ എന്റെ കൂടെ നിസ്കരിക്കുമ്പോൾ ഞാനും അതുപോലൊക്കെ കുത്തി മറയാം, കുത്തി എഴുന്നേറ്റ് നിൽക്കാം. ഇതാണോ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്?
ഇതിനാണോ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്? ഇപ്പോഴത്തെ പുതിയ തലമുറ മനസ്സിലാക്കിയത് ഇസ്ലാമിന്റെ ആശയങ്ങളൊക്കെ അങ്ങ് മാറ്റിവെക്കുക, എന്നിട്ട് അവരെ ആശയങ്ങൾ കോപ്പിയടിക്കുക, എന്നിട്ട് മുസ്ലിമാണ് 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 ഇങ്ങനെ പറയാ. അതാണോ ഇസ്ലാം? ആര് പറഞ്ഞിടോ? ഒരിക്കലും അല്ല. അവന്റെ മതത്തിന്റെ ആചാരങ്ങൾ കോപ്പിയടിക്കുന്നതല്ല മുസ്ലിമിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. തിരിച്ചും നമുക്ക് ഓർമ്മ വേണം, നമ്മുടെ ആഘോഷം വരുമ്പോൾ അവരെ പിടിച്ചിട്ട് ഒരിക്കലും നമ്മൾ കൊണ്ടുപോയി ആഘോഷിക്കാൻ നിർബന്ധിക്കരുത്, അവരോട് ആഘോഷിക്കണം എന്ന് പറയരുത്. അവർക്ക് അവരുടേതായ മതാചാരങ്ങളുണ്ട്. സൗഹൃദ ബന്ധമാകാം, ബിസിനസ്സിൽ പാർട്ണർമാരാകാം, ഭൗതികമായ ലോകത്ത് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ ഒന്നിക്കാം. ഒരു തർക്കവും ഇസ്ലാമിലില്ല. ഇസ്ലാമിലുണ്ടോ? ഹൈന്ദവ സുഹൃത്തുക്കളെ നമ്മളെ കമ്പനിയിൽ നമുക്ക് പാർട്ണറായിട്ട് സ്വീകരിക്കാം. അതിന് ഇസ്ലാമിന് ഒരു കുഴപ്പവും ഇസ്ലാം പറയുന്നില്ല. ഹൈന്ദവ സുഹൃത്തുക്കളെ അതുപോലെയുള്ള കാര്യങ്ങൾക്ക്, അതുപോലെ ക്രിസ്ത്യാനികളെ നമുക്ക് പാർട്ണർമാരായി സ്വീകരിച്ചൂടെ? ഇസ്ലാം ഒരിക്കലും വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിനൊന്നും ഇസ്ലാമിൽ ഒരു തടസ്സമില്ല. നിസ്കരിക്കുമ്പോൾ ഹൈന്ദവ സുഹൃത്ത് നമ്മളെ കൂടെ വന്ന് നിസ്കരിക്കണം എന്ന് പറയാൻ നിർവാഹമില്ല. അങ്ങനെ പറയാനൊരു നിർവാഹമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. ഇതില് നിർബന്ധിപ്പിക്കുന്ന പരിപാടിയേ ഇല്ല. ചില ആളുകൾ മനസ്സിലാക്കിയത് ഇസ്ലാമിൽ നിർബന്ധ പരിവർത്തനം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മതമാണ്. അങ്ങനെയുണ്ടോ? നമ്മളെങ്ങനെയാ മദ്രസയിൽ പഠിച്ചത്? ബാക്കി അവിടെ നിൽക്കേണ്ട കിതാബൊന്നും ഓതണ്ട. മദ്രസയിൽ എങ്ങനെയാ നമ്മൾ പഠിച്ചത്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് മനസ്സുകൊണ്ട് അറിഞ്ഞ് നാവുകൊണ്ട് പ്രഖ്യാപിച്ചവന് മുസ്ലിം. തോക്ക് കാണിച്ചിട്ട് ചൊല്ലടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ പേടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിമാകുമോ? ഇല്ല. പള്ളിയിൽ നിന്ന് എപ്പോഴും ബാങ്ക് വിളിക്കും, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അങ്ങനെ വിളിച്ചിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളെ പള്ളിയിൽ മഗ്രിബിന്റെ ബാങ്ക് കൊടുക്കുന്ന സമയം നോക്കിയിട്ട് ഇങ്ങനെ ബാങ്കിന്റെ സമയം നോക്കിയിട്ട് സമയം മനസ്സിലാക്കുന്ന പഴയ ആളുകളുടെ മുമ്പ് കാലത്തിലെ മുസ്ലിമീങ്ങളും അല്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാരും സമയം മനസ്സിലാക്കല് ബാങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ നമ്മളെ നാട്ടിലുള്ള ഏതോ ഒരു ഹൈന്ദവ സുഹൃത്ത് പറയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മക്കളെ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പള്ളിന്ന് പറഞ്ഞു. മുസ്ലിമായ മഗ്രിബായി, നമുക്കും മഗ്രിബായി, മുസ്ലിമാവോ? മഗ്രിബായി എന്ന് പറയുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പള്ളിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവിടെ മഗ്രിബായി എന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ ഓ മുസ്ലിമാവോ? ഏത് മദ്രസയിലെ വിദ്യാർത്ഥികളും പറയൂല്ല മുസ്ലിമാകൂല. മുസ്ലിമാകണമെങ്കിൽ എന്ത് വേണം? നാവ് കൊണ്ട് പ്രഖ്യാപിച്ചാൽ പോരാ. മഗ്രിബിന്റെ സമയമായി എന്ന് പറയാൻ വേണ്ടി ഷഹാദത്ത് കലിമ പറഞ്ഞെങ്കിൽ പോരാ. അല്ലെങ്കിലോ ആരെങ്കിലും പേടിപ്പിച്ചിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലിപ്പിച്ചത് കൊണ്ട് പോരാ. പിന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ തട്ടിയിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഇത് പ്രഖ്യാപിക്കുന്നവന് മുസ്ലിം. അല്ലാതെ നാവ് കൊണ്ട് പ്രഖ്യാപിച്ചവൻ അല്ല. നാവ് കൊണ്ട് ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മുസ്ലിം ആകൂല. നിങ്ങൾ പറഞ്ഞില്ലേ ഒരു കാലം വരാനുണ്ട് പേര് കൊണ്ട് നോക്കിയാൽ മുസ്ലിമാണ്, പേര് കൊണ്ട് നോക്കിയാൽ ഒരുപാട് മുസ്ലിമീങ്ങളാണ്, ഈമാൻ കൊണ്ട് വളരെ ചുരുക്കത്തില് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് ഞങ്ങളെയും നിങ്ങളെ പരമ്പരകളെയും ഈമാൻ നീ സലാമത്താക്കി തരണേ അല്ലാഹ്, ഈമാൻ നീ നിലനിർത്തി തരണേ അല്ലാഹ്. കേൾക്കുന്ന ചെറുപ്പക്കാരായ കൂട്ടുകാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ പറയുന്നത് ഒരിക്കലും അവരെ മതത്തിലെ ആഘോഷങ്ങളോ ആചാരങ്ങളോ കോപ്പിയടിക്കലല്ല കേട്ടോ. മതസൗഹാർദ്ദം എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ്, അത് തിരുത്തണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യഹൂദികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നമ്മൾ അവരെ പിന്തുടരുന്നവരാകരുത്, അവരാശയങ്ങൾ കോപ്പിയടിക്കുന്നവരാകരുത്, അവരുടെ ആചാരങ്ങൾ കോപ്പിയടിക്കുന്നവരാകരുത്. അവരാഗ്രഹിക്കുന്നതാണ് ഏതൊക്കെയോ യഹൂദികളും നസ്രാനികളും ആഗ്രഹിക്കുന്നതാണ്. ഒരിക്കലും ഒരു മുസ്ലിം അങ്ങനെ അവരെ കൊണ്ട് എന്തെങ്കിലും നമ്മളെ മതത്തിന്റെ ആചാരം ജയിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് അവരാചാരം കോപ്പിയടിക്കുന്നവരാകരുത്.
അങ്ങനെ ഇസ്ലാമിലില്ല. അങ്ങനെ ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനും പറ്റൂല. പറ്റുമോ? ഒരാളെ നിർബന്ധിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും മുസ്ലിം ആക്കി കളയണം, അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടോ ഇസ്ലാമിന്? ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ നിർബന്ധിപ്പിക്കുന്ന പരിപാടിയേ ഇല്ല. മറിച്ച് ഇത് അല്ലാഹുവിന്റെ മതമാണ്, ലോകത്തിന്റെ മുഴുവനും അധിപനായ റബ്ബിന്റെ മതമാണ്. ആ റബ്ബിനെ അറിഞ്ഞ് ആ റബ്ബിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിയായ നിലക്കറിഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ താല്പര്യപ്പെടുന്നവർക്ക് ഈ വാതിൽ എപ്പോഴും തുറക്കപ്പെട്ടതാണ് എന്ന് ഇസ്ലാം പറയുന്നത്. അതിനാരുടെയും സമ്മതം ആവശ്യമില്ല. വേണോ? ആർക്കെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആരെങ്കിലും സമ്മതം ആവശ്യമുണ്ടോ? ഒരാളുടെയും സമ്മതം ആവശ്യമില്ല. ആർക്കും വരാം. പള്ളിയിലെ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കണ്ടേ, ഉസ്താദിനോട് ചോദിക്കണ്ടേ ഞാൻ ഇസ്ലാമിലേക്ക് ഇറങ്ങട്ടെ? ഒരാവശ്യമില്ല. ആർക്കും ആരുടെ ഇഷ്ടത്തിനും മുഹമ്മദ് റസൂലുള്ളാഹ് ഈ കലിമത്ത് മനസ്സറിഞ്ഞ് നാവുകൊണ്ട് ഒരു വട്ടം പ്രഖ്യാപിച്ചാവും മുസ്ലിം. ഞാൻ മുസ്ലിമാകുന്നു എന്ന നിയത്തോടുകൂടെ, മുസ്ലിമാകാൻ വേണ്ടി അവൻ നല്ല നിയത്തോടുകൂടെ ഹൃദയത്തിൽ അറിഞ്ഞ് നാവുകൊണ്ട് പ്രഖ്യാപിച്ചാവും മുസ്ലിമായി. അതിനൊരാളുടെ അംഗീകാരവും വേണ്ട, ഒരു പത്രവും വേണ്ട, ഒരു ഒപ്പിടലും വേണ്ട, ഒന്നും വേണ്ട. കാരണം ഇത് ഹൃദയത്തിൽ ഉണ്ടാകേണ്ട സാധനമാണ്, ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടാകേണ്ട സാധനം അല്ല. ഹൃദയത്തിന്റെ ഉള്ളിലാണ് വിശ്വാസം വേണ്ടത്. അല്ലാതെ പേര് മാറ്റിയതുകൊണ്ട് മാത്രം മുസ്ലിം ആവോ? ഒരാളെ പേര് മാറ്റി മുസ്ലിമിന്റെ പേരിട്ടുകൊണ്ട് മുസ്ലിം ആവോ? ഇല്ല. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഹൃദയമാവ് കൊണ്ട് പ്രഖ്യാപിക്കണം. അവന്റെ ഹൃദയത്തിന്റെ അടുക്കലുള്ള ഒരു കാര്യമാണ് അവൻ മുസ്ലിമാകാതിരിക്കുക എന്ന് പറയുന്നത്. ഇരിക്കട്ടെ, ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്ന യുവാക്കൾ എന്റെ സദസ്സിലുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, ഒരിക്കലും നമ്മൾ മറ്റുള്ള മതക്കാരുടെ ആചാരങ്ങൾ കോപ്പിയടിച്ച് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവരാകരുത്. അതാണ് യഥാർത്ഥത്തിൽ തീവ്രവാദ പ്രവർത്തനം. അതല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എല്ലാ മതങ്ങളെയും ഇല്ലായ്മ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന നിരീശ്വരവാദിയുടെ ബുദ്ധിയാണ്, അവനുണ്ടാക്കിയ തത്വമാണ്. എല്ലാ ആചാരങ്ങളും എല്ലാവരും ആഘോഷിക്കട്ടെ, അപ്പോഴാണ് മതസൗഹാർദ്ദം ഉണ്ടാകാതെ പറഞ്ഞത് നിരീശ്വരവാദിയെ. എന്തിനാണ് എല്ലാ മതങ്ങളും പൊളിച്ചു കളയണം? അല്ലേ ഓന്റെ നിരീശ്വരവാദി ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്റെ വയത് കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ, ഒരിക്കലും നമ്മൾ മറ്റു മതക്കാരുടെ ആചാരങ്ങൾ കോപ്പിയടിച്ച് വസ്ത്രം ധരിക്കുന്നവരാകരുത്. അവരുടെ വേഷവിധാനങ്ങൾ ജീവിതത്തിൽ എടുക്കുന്നവരാകരുത്. അവരുടെ അത്തരം ആഘോഷങ്ങൾ കോപ്പിയടിക്കുന്നവരാകരുത്. അതിൽ പോയിട്ട് അവരുടെ ആചാരങ്ങളും മറ്റും പ്രവർത്തിക്കുന്നവരാകരുത്. നമ്മുടെ ആചാരങ്ങളിലും നമ്മുടെ ആഘോഷങ്ങളിലും അവരെ നിർബന്ധിപ്പിക്കുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ അവരോട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഒരിക്കലും നമുക്കുണ്ടായിക്കൂടാ. ഇന്ത്യ രാജ്യമാണ്, അവർക്ക് അവരുടേതായ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ നമുക്കും നമ്മുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ മുസ്ലിമിനും ഇവിടെ അവകാശമുണ്ട്. ഒരിക്കലും മറ്റുള്ളവന്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിക്ക് നമ്മളെ സൗഹൃദത്തിന്റെ പേരിലോ അല്ലാത്ത വലയങ്ങളുടെ പേരിലോ നിർബന്ധിപ്പിക്കൽ അനിവാര്യമല്ല. അത് മുസ്ലിമിന് ഭൂഷണമല്ല, മുസ്ലിമിന് യോജിച്ചതല്ല. അവരുടെ ആചാരങ്ങളെ നമ്മൾ കോപ്പിയടിക്കുന്നതും യോജിച്ചതല്ല. അവരുടെ നമ്മുടെ ആചാരങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും യോജിച്ചതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടും യോജിച്ചതല്ല. നമ്മുടെ ആചാരങ്ങൾ ഒരിക്കലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് വിചാരിക്കരുത്. അതായത് നേരത്തെ പറഞ്ഞത്, പള്ളിയിൽ എന്തായാലും രാത്രി പുലർച്ചയ്ക്ക് ഏതായാലും പാട്ട് പാടുന്നുണ്ട്. അതിനിടയിൽ ബാങ്കിന്റെ സമയം മാത്രം ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് അല്ലേ വേണ്ടു. അമ്പലത്തിൽ നിന്നും കൂടി ഒന്ന് ബാങ്ക് വിളിച്ചാൽ എന്ത് രസമുണ്ടാകും. അമ്പലത്തിന്റെ ചുറ്റുപാടുള്ള ആളെല്ലാവരും ബാങ്ക് കേൾക്കൂലേ? അങ്ങനെ വിചാരിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് നമുക്ക് മതസൗഹാർദ്ദം ഉണ്ടാക്കാം. നമുക്ക് നമ്മുടെ അമ്പലത്തിൽ നിന്ന് രാവിലെ സ്വബഹിന്റെ സമയമാകുമ്പോൾ മാത്രം മതി ഒരു ബാങ്ക്. നിങ്ങൾ എന്തായാലും മൈക്കോണാക്കുന്നതല്ലേ? ആ പാട്ടിന്റെ ഇടയിൽ സമയമാകുമ്പോൾ മാത്രം ഒരു ബാങ്കിന്റെ ശബ്ദം ഉണ്ടാകാൻ ഒന്ന് സഹകരിച്ചൂടെ എന്ന് ചോദിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് പാടില്ല? അത് അവരുടെ മതത്തിന്റെ ആചാരമാണ്. ആ ആചാരങ്ങളെ പൊളിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മളോട് അല്ലാഹു പറഞ്ഞു അവരുടെ മതങ്ങളുടെ ആചാരങ്ങളെ പൊളിച്ചു കളയണം. അങ്ങനെയല്ല പറഞ്ഞത്. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം അവർക്ക് അവരുടെ മതം എന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ ചില പുതിയ ജനറേഷന് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പുച്ഛമായി തോന്നുകയാണ്. ഇപ്പൊ ഇതൊക്കെ ഒരു പുച്ഛായിട്ട് തോന്നുകയാണ്. എന്റെ വയത് കേൾക്കുന്ന കൂട്ടുകാരാ, എല്ലാ പുച്ഛവും തീരുന്ന ഒരു രംഗമുണ്ട്. അതെപ്പോഴാന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ പുതിയ പുതിയ വീഡിയോകൾ കാണുമ്പോൾ ഇത്തരം ചിന്താഗതികൾ തലയിൽ കുത്തിവെച്ച് നടക്കുന്ന ചില ആളുകളുണ്ട്. എന്റെ കൂട്ടുകാരായ ചെറുപ്പക്കാരെ, ഏതോ
നിരീശ്വരവാദി പറയുന്നത് കേട്ട് മതം പഠിച്ചാൽ എങ്ങനെയാണ്? ഏതോ വിവരമില്ലാത്ത പുത്തൻവാദിയുടെ പ്രസംഗം കേട്ടിട്ട് പഠിച്ചാൽ എങ്ങനെയാണ്? അറിവില്ലാത്തവന്റെ പ്രസംഗം കേട്ടിട്ട് മതത്തെ വിലയിരുത്തിയാൽ എങ്ങനെയാണ്? അതുകൊണ്ട് എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, വയല് കേൾക്കുന്ന ചെറുപ്പക്കാരെ, അത്തരക്കാരെ പ്രസംഗങ്ങൾ കേൾക്കാൻ നിർവാഹമില്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത് അത്തരം പ്രസംഗങ്ങൾ കേട്ടാൽ ഉണ്ടാകാൻ പോകുന്നത് അവരെ ഹൃദയങ്ങൾ ചത്തുപോകും കേട്ടോ. ഹൃദയങ്ങൾ ചത്തുപോകാൻ അത് കാരണമാണ് കേട്ടോ. റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ചില ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ 1 മിനിറ്റും 30 സെക്കൻഡ് ഒക്കെ ഉള്ള ചില വീഡിയോ ഉണ്ടാവും. ഏതെങ്കിലും നിരീശ്വരവാദികൾ ഉണ്ടായിരിക്കും. അവര് ചിലപ്പോ ആയത്ത് ഓതൂല, പിന്നെ സൂറത്തു ആൽ ഇംറാനിലെ 32ാമത്തെ സൂക്തം പറയുന്നു എന്ന് പറഞ്ഞിട്ടാ പറയാ. കാരണം ഓതിയാ ചിലപ്പോ തെറ്റും. കാരണം എല്ലാ മുസ്ലിമിനും മദ്രസയെ പഠിച്ചിട്ട് ഖുർആൻ ഓതാൻ നല്ലോണം അറിയാം. മദ്രസ എന്ന് പറഞ്ഞാല് തീവ്രവാദം പഠിപ്പിക്കുന്ന സ്ഥലമല്ല, ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥലം. അതുപോലെ ഹദീസ് പഠിപ്പിക്കുന്ന സ്ഥലമാണ്, ജീവിതത്തിൽ കർമ്മങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലമാണ്. യഥാർത്ഥത്തിൽ നല്ലവനായി ഈ മദ്രസയിൽ പഠിച്ച ഒരാളാണെങ്കിൽ അവരെ പോലെ നല്ല മനുഷ്യനായി ജീവിക്കുന്ന ഒരാൾ ലോകത്തിൽ ഉണ്ടാകില്ല. കളവ് നടത്തരുത് എന്നാ മദ്രസയിൽ പഠിപ്പിക്കുന്നത്. മദ്രസയിൽ എന്താ പഠിച്ചത്? കളവ് നടത്തരുത് എന്നല്ലേ പഠിച്ചത്. മറ്റുള്ളവന്റെ കട്ടടിക്കരുത്, വഞ്ചിക്കരുത്, ചീത്ത വിളിക്കരുത്, നിസാരപ്പെടുത്തരുത്, കുറ്റപ്പെടുത്തരുത്. ഇതൊന്നും അല്ലാതെ ആരെങ്കിലും ഉണ്ടോ എന്റെ സദസ്സിൽ മദ്രസയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് മൊയ്ലിയാരെ, ആ ഹിന്ദുക്കളോട് അങ്ങനെ പെരുമാറണം, അല്ലെ ക്രിസ്ത്യാനികളോട് ഇങ്ങനെ പെരുമാറണം, അവരോട് സ്വഭാവം അങ്ങനെയായിരിക്കണം, സ്വത്ത് അപഹരിച്ചെടുക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു ആശയം മദ്രസയിൽ ഏതെങ്കിലും ഒരു മദ്രസയിൽ ഒരു തമാശക്കെങ്കിലും ഒരു മൊയ്ലിയാർ പഠിപ്പിച്ചിട്ടുണ്ടാവും? എന്തുകൊണ്ടുണ്ടാകൂല? മദ്രസ എന്ന് പറയുന്നത് സമാധാനത്തിന്റെ കേന്ദ്രങ്ങളാണ്. ആ മദ്രസയിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? കളവ് നടത്തരുത്, ചീത്ത വിളിക്കരുത്, നിസാരപ്പെടുത്തരുത്, കുറ്റപ്പെടുത്തരുത്, ഇകഴ്ത്തരുത്. എല്ലാരോടും നല്ല ബഹുമാനം വേണം. ബാപ്പക്ക് ബാപ്പന്റെ ബഹുമാനം നൽകണം, ഉമ്മാക്ക് ഉമ്മാന്റെ ബഹുമാനം നൽകണം, അയൽവാസിക്ക് അയൽവാസിയുടെ ബഹുമാനം നൽകണം. അയൽവാസിയാണെങ്കിൽ ബഹുമാനിച്ചോളണം. ജാറക്കാതിന്റെ വദിൽവാസിയെ നീ ആദരിച്ചോളണം. അങ്ങനെ തുടങ്ങിയിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആശയങ്ങൾ മുഴുവനും മറ്റുള്ളവരെ ബഹുമാനിക്കണമെന്നല്ലാതെ, മറ്റുള്ളവരെ ആദരിക്കണമെന്നല്ലാതെ ഒരാളെയും ഇൻസൾട്ട് ചെയ്യണമെന്ന് ഇസ്ലാം ഒരു മതത്തിന്റെ പേരിലും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ആ മദ്രസയിൽ നിന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. മദ്രസയിൽ പഠിക്കുമ്പോ ഖുർആൻ പഠിച്ച മുഅ്മിനീങ്ങള് അവരെ മുന്നിൽ ഖുർആൻ ഓതുന്ന സമയത്ത് കൃത്യമായി ഓതിയില്ലെങ്കിൽ ഏത് നിരീശ്വരവാദിക്കും അറിയാം തെറ്റുപിടി കൂടും, അല്ലേ? തെറ്റ് ഖുർആൻ ഓതുമ്പോ ആ ഖുർആൻ ഓതുന്ന ആയത്ത് ഫോണിലോ അല്ല ഖുർആനിലോ എടുത്തിട്ട് ഏതെങ്കിലും ഒരാൾ ഓതുമ്പോ അതിങ്ങനെ നോക്കി വായിച്ചാൽ ഓതുന്നാക്ക് തെറ്റുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? ഏത് സാധാരണ മനുഷ്യരും പറ്റുന്ന. കാരണം ഖുർആനുമായി നമ്മളെ മുഅ്മിനീങ്ങൾക്ക് അത്ര വലിയ ബന്ധമാണ്. അല്ലാഹു ഖുർആനിന്റെ അഹ്ലികാരായി ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് തന്നെ ഒരു പേടിച്ചിട്ട് ചിലർ ഖുർആൻ ഓതുക. പിന്നെ അവരിങ്ങനെ പറയും, കേട്ടാത്തതും ഭയങ്കര അറിവാണ്. സൂറത്ത് ആൽ ഇംറാനിലെ 132ാമത്തെ ആയത്ത് നമ്പർ അടക്കം മനപ്പാടാണ്, ഓതാനുണ്ടാവില്ല, ഓതിയാ കൊള്ളാവുന്നതാണ്. അങ്ങനെയുണ്ട് ചില ആളുകൾ, ചില പുത്തൻവാദികളെ സ്വഭാവമാണ് ആയത്തിന്റെ നമ്പർ പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കും, ഓതിയാ പിടിക്കൂന്നറിയാം. എന്നിട്ടോ ഏതോ പരിഭാഷയിൽ വെച്ച് വായിച്ചിട്ട് മനസ്സിലാക്കി അർത്ഥം പറയും. എന്നിട്ടോ അവസാനം പോയി കുഴിയിൽ ചാടിയാൽ പരിഭാഷ നോക്കി വായിച്ചതാണ് എന്നുള്ള ബോധം ഉണ്ടാവൂല. ഓ എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഏതോ നിരീശ്വരവാദി ഖുർആനിന്റെ അക്കം പറയുന്നത് കേട്ടിട്ട് നമ്പർ പറയുന്നത് കേട്ടിട്ട് അവന്റെ അടുക്കൽ നിന്നാണോ നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത്? അല്ല. അവന്റെ അടുക്കൽ നിന്നാണോ ഇസ്ലാമിനെ പഠിക്കേണ്ടത്? അല്ല. പുത്തൻവാദി ഖുർആനിന്റെ ആയത്തിന്റെ നമ്പർ പറയുന്നത് അവിടുന്നാണോ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സാധാരണക്കാരനാണ് ഇവൻ പറയുന്ന ആയത്ത് കേട്ടിട്ടാണോ മനസ്സിലാക്കേണ്ടത്? അല്ല. മറിച്ച് ഖുർആൻ അറിയുന്ന ആലിമീങ്ങളോട് ചോദിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ എവിടെയോ പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, ഇപ്പൊ അടുത്തൊരാള് പ്രസംഗാണ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചത് എപ്പോഴാണ്?
റബീഉൽ അവ്വൽ ആകുമ്പോ ചില ആളുകൾക്ക് വല്ലാത്ത പുകയിച്ചെടുക്കലാണ്. അങ്ങനെ ഉണ്ടല്ലോ ഒരു വിഭാഗം ആളുകൾ, അവർക്ക് റബീഉൽ അവ്വൽ വരുമ്പോൾ വല്ലാത്ത ബേജാറാണ്. റമദാൻ വരുമ്പോൾ ചില ആളുകളെ കാണാറില്ലേ, നിങ്ങൾ കച്ചവടത്തിന്റെ കാര്യത്തിൽ വല്ലാതെ ജാഗ്രത പുലർത്തുന്ന ചില ആളുകൾ. ബേക്കറിക്കാരാകും, അവരെ ബേക്കറിന്റെ മുന്നിലുണ്ടാവും കുറെ സാധനം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇതിനാണ് സാധാരണ വിൽക്കുന്നത് മാത്രം പോരാ, എക്സ്ട്രാ എണ്ണക്കടി വിൽക്കാനുള്ള പരിപാടിയാണ്. ഏതെങ്കിലും ബേക്കറിക്കാരുണ്ടെങ്കിൽ എന്നെ കല്ലെടുത്തെറിയരുത്, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ കാണല്ലേ റമദാൻ വരുമ്പോൾ അങ്ങനെ സ്പെഷ്യലായിട്ട് കച്ചവടം ചെയ്യുന്ന ചില കച്ചവടക്കാരെ കാണാറില്ലേ? ഇതുപോലെ സഫർ വരുമ്പോ തന്നെ ചില ആളുകൾക്ക് അതാ നായക്കൊറ പറ്റിയതുപോലെയാണ്. ഇരിക്കാനും പറ്റൂല, കിടക്കാനും പറ്റൂല, നടക്കാനും പറ്റൂല. എപ്പം നോക്കിയാലും അവരെ ബേജാറ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനം പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകുമല്ലോ. അവരെ ഇല്ലായ്മ ചെയ്യാൻ സഫറിന്റെ മുമ്പ് തന്നെ ഇവര് പണി തുടങ്ങിയത്. അവര് കണ്ടില്ലേ അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്ത്, വറഫഅനാ ലക ദിക്റക ഓ ഹബീബായ നബിയേ. കേരളത്തിൽ ജീവിച്ച് മരിച്ചുപോയ ഉമർ മൗലവിയോ അയാളുടെ അനുയായികളോ അല്ല സൗദി അറേബ്യയിൽ ജീവിച്ച അതുപോലെയുള്ള അവരുടെ ഏതെങ്കിലും മച്ചാച്ചന്മാരോ അതുപോലെയുള്ള ഏതെങ്കിലും അപ്പാപ്പന്മാരോ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയണ്ടാന്ന് അവര് തീരുമാനിച്ചിട്ട് 4 പുസ്തകം എഴുതിയാൽ, അല്ലെങ്കിൽ അവര് 4 മാസികയിൽ എഴുതി വിട്ടാൽ, 4 വാരികയിൽ എഴുതി വിട്ടാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയകളെ മുന്നിൽ പിടിച്ചിട്ട് ആ മീഡിയക്കാരുടെ മുഖേന എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവര് മീഡിയകളുടെ മുന്നിൽ വന്നിട്ട് ഇതൊന്നും നബി തങ്ങൾ യാതാചാരാണ് എന്ന് പറഞ്ഞു നിന്ന് പോകുമെന്ന് കരുതിയോ? വറഫഅനാ ലക ദിക്റക ഓ ഹബീബായ നബിയേ, അങ്ങയുടെ ദിക്റിനെ നമ്മൾ ഉയർത്തിയതാണ്. അല്ലാഹു ഉയർത്തിയൊരു കാര്യം താഴ്ത്തിക്കെട്ടാന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും പുത്തൻവാദികളുണ്ടോ? വാത്തി മടക്കലല്ലാതെ നിർവാഹമില്ല. ഉപ്പാപ്പാരോട് ചോദിച്ചു, പഴയകാലം പോലെ ഇപ്പൊ നബിദിനം ആണോ? പഴയകാലത്തെക്കാളൊക്കെ ഇപ്പൊ സജീവാണ് അല്ലേ? ഇവിടെ അങ്ങനെയല്ലേ? എല്ലാ നാടുകളിലും അങ്ങനെയാണ്. കാസർഗോഡ് ജില്ലയിലൊക്കെ പോയി നോക്കിയാൽ അവരുടെ നാടുകളിലെ റോഡുകൾ മുഴുവൻ അലങ്കരിച്ചിരിക്കുകയാണ്. വെറും വീടുകളും അതുപോലെ പള്ളികളും മദ്രസയൊന്നും മാത്രമല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രത്തോളം ഇവരില്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ ദിക്റിനെ നമ്മൾ ഉയർത്തിയതാ നബിയേ. അത് ആരെങ്കിലും വിചാരിച്ചാൽ താഴ്ത്തി കെട്ടാൻ പറ്റുന്നതല്ല. അത്തരം പണികൾ നിർത്തലാണ് അവരുടെ ഉദ്ദേശം പൂർത്തിയാകാൻ നല്ലത്. അവരോടാകെ നമുക്ക് പറയാനുള്ളത് അല്ലാഹ് ഏറ്റെടുത്തൊരു കാര്യമാണ്. താഴ്ത്തി കെട്ടാൻ ഒരു നിരീശ്വരവാദിക്കോ ഒരു മതവിരോധിക്കോ മതമില്ലാത്തവനോ ദീനിന്റെ വിരോധിക്കോ മുസ്ലിം നാമധാരിയായി വരുന്ന ഇത്തരം പുത്തൻവാദികൾക്കോ ഒരു വാദികൾക്കും സാധ്യമേ അല്ല. അല്ലാഹു ബഹുമാനിച്ച നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ താഴ്ത്തിക്കെട്ടാമെന്നവർ തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ഈ നിരീശ്വരവാദികൾക്കും അതേപോലെ ഭയങ്കര റബീഉൽ അവ്വലിന് ബേജാറ് എന്നൊരു വിഭാഗമാണ് പുത്തൻവാദികൾ. രണ്ട് കൂട്ടർ. നിരീശ്വരവാദി റബീഉൽ അവ്വൽ വരുന്നതിന് മുമ്പ് നോനും തുടങ്ങിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുന്നത് നിർത്തണം. അതിന് വേണ്ടിയിട്ട് അവൻ ഒരു പുതിയ ക്ലിപ്പ് ഇറക്കിയിരിക്കുകയാണ്. എന്താ ക്ലിപ്പ് എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചത് എത്ര വയസ്സിലാണ്? പുതിയ ജനറേഷനിലെ ചില ആളുകൾ ഇങ്ങനത്തെ ചോദ്യം കേൾക്കുമ്പോ അവരിങ്ങനെ കേൾക്കാണ്, ശരി തന്നെയല്ലേ 9 വയസ്സിലോ 11 വയസ്സിലോ? അത്ര വേഗമാണായിരുന്നോ? കുറച്ചുകൂടി കാത്തുന്നൂടായിരുന്നു. നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരായ ഒറ്റപ്പെട്ട ചില ആളുകളുടെ മനസ്സിലെങ്കിലും ഇത്തരം ചിന്താഗതികൾ പിടികൂടാതിരിക്കാൻ വേണ്ടി ഞാൻ അവരോട് ഓർമ്മപ്പെടുത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ച പ്രായം പറയേണ്ടത് നിരീശ്വരവാദിയല്ല. ആണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ കല്യാണം കഴിച്ച പ്രായം നിശ്ചയിക്കേണ്ടത് നിരീശ്വരവാദിയല്ല. അവൻ എന്തിനാണ് നമ്മളെ കാര്യത്തിൽ വല്ലാതെ ബേജാറാകേണ്ട ആവശ്യം? അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾക്ക് സ്വന്തം വീട്ടിലെ കാര്യത്തിൽ ബേജാറില്ല, അപ്പുറത്തെ വീട്ടിന്റെ കാര്യത്തിൽ ഭയങ്കര ബേജാറാണ്. വേറൊരാളെ കാര്യത്തിൽ ഭയങ്കര ബേജാറാണ്. മതമില്ലാന്ന് പറയുന്ന
നീ എന്തിനാണോ ഞങ്ങളെ മതത്തിലുള്ള പേഴ്സത്തിന്റെ കാര്യത്തിൽ ബേജാറാകേണ്ട ആവശ്യം? ഞങ്ങൾക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കല്യാണം കഴിച്ച വിഷയത്തിൽ എന്തെങ്കിലും അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ പറഞ്ഞങ്ങ് തീർത്തോളാം. നിങ്ങൾ എന്തിനാണ് അതിന്റെ ഇടയിൽ കയറി ഇടപെടേണ്ട ആവശ്യം എന്നാ ഞാൻ ചോദിക്കുന്നത്. മുസ്ലിമേ ഇങ്ങനെ വയസ്സ് പറയുന്നത് നിരീശ്വരവാദി പറയുന്ന വയസ്സ് വിധങ്ങളെ തെറ്റിദ്ധരിച്ച് തെറ്റിദ്ധരിച്ച വലിയ വിവരക്കേട്. അപ്പൊ എന്നാലും ചോദിക്കട്ടെ മൊയ്‌ലിയാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വയസ്സിലാണ് കല്യാണം കഴിച്ചാന്ന് പറയുന്നത്? എത്ര വയസ്സിലാണ് കല്യാണം കഴിച്ചത്? അതിങ്ങ് പറയും. ഞാൻ ആദ്യം അവരോടൊരു കാര്യം പറയട്ടെ. ആരോട്? നിരീശ്വരവാദികളോട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതേ വിവാഹം കഴിച്ച ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിൽ അല്ലാതെ ബേജാറാകുന്ന നിരീശ്വരവാദികളുണ്ടല്ലോ, അവരോടൊരു കാര്യം പറയട്ടെ. കേരളത്തിലെ പത്രം ഒന്ന് എടുത്ത് വായിച്ചു നോക്കുമോ നിങ്ങൾ? കേരളത്തിന്റെ മീഡിയകൾ ഒന്ന് എടുത്തു നോക്കൂ. ഇന്നത്തെ മീഡിയ ഒന്ന് തുറന്നു നോക്കി നിങ്ങൾ. മീഡിയയിൽ വ്യഭിചാരം പറയാത്ത മീഡിയകളുണ്ടോ? ബലാത്സംഗം പറയാത്ത പത്രങ്ങളുണ്ടോ? ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഇതുപോലെ ബലാത്സംഗം എഴുതിവിടുന്ന ഒരു പത്രം? ഇതുപോലെ ബലാത്സംഗം പറയുന്ന ഒരു മീഡിയ ലോകത്ത് വേറെ കാണാനുണ്ടോ? മുസ്ലിമേ, അതിനെ കുറിച്ചൊന്നും ഒരു ബേജാറില്ല. നിരീശ്വരവാദിക്ക് അതിനെന്തെങ്കിലും ബേജാറുണ്ടോ? വേണ്ട, കാരണം അവനിക്കും വേണ്ടത് അതാണ്.